ജീവിക്കണം. എനിക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റില്ല. ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കോടതിയുടെ അറിയിക്കാനും സത്യസന്ധമായിട്ട് എൻ്റെ രേഖകളൊക്കെ അവരെടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ തന്ന ഭൂമിയുടെ ആധാരം എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് താഴ്മയൊരു അപേക്ഷയുണ്ട്, ഇനി എന്നെ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കാൻ നിന്നാൽ എനിക്ക് സമരമാർഗം ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത്തരത്തിൽ ഉപദ്രവങ്ങൾ ഇനി സഹിക്കാൻ ആരോഗ്യമില്ല. അതുകൊണ്ടാണ് താഴ്മയെ അപേക്ഷിക്കുന്നത്. നമസ്കാരം. ഇവിടെ കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു സാറിനെ ആരും മറന്നിട്ടുണ്ടാവില്ല. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു സാറ് ഒരു വർഷം മുമ്പ് അവിടുന്ന് സ്ഥലം മാറി പത്തനംതിട്ടയിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം അവിടെ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു സംഭവം. അതിനെപ്പറ്റി കുറേ കേസുകളും കാര്യങ്ങളും ഒക്കെ നടന്നിരിക്കുന്നത് നമുക്കറിയാം. ഇന്ന് അതിനെപ്പറ്റി ഒരു പുതിയൊരു അപ്ഡേഷൻ ഉണ്ടായിരിക്കുന്നു. അതായത് തുടരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നവീൻ ബാബു സാറിൻ്റെ ഭാര്യയും മക്കളും നൽകിയിരുന്ന ഒരു ഹർജി, അത് കോടതി പല പ്രാവശ്യം വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് അത് തുടരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ കുടുംബത്തിൻ്റെ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ കൂടി വലിയൊരു വികാരമായിരുന്നു. വളരെ സത്യസന്ധന, അതുപോലെ തന്നെ ഒരു തികഞ്ഞ ഇടതുപക്ഷ അനുഭാവി കൂടിയായിരുന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു നവീൻ ബാബു സാറ്. അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. റിട്ടയർമെൻറ്റിൻ്റെ ഏകദേശം കാലഘട്ടത്തിനോട് അടുത്ത കാലഘട്ടത്തിലാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ സ്വന്തം നാട്ടിലേക്ക് പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം കിട്ടിയത്. വരുന്നതിൻ്റെ തലേ ദിവസമാണ് ആ ഒരു സംഭവം ഉണ്ടായത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കൂടുതൽ പറയുന്നില്ല. എന്താണെങ്കിലും ശരി, അതിനകത്ത് പ്രതികളായിട്ട് വന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് നമുക്കറിയാം. PP ദിവ്യ. എനിക്ക് ഒന്ന്, നവീൻ ബാബുവിന്റെ മരണത്തിൽ വളരെയധികം ദുഃഖം എന്നെ സംബന്ധിച്ചുണ്ട്. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, എന്നെ മാധ്യമപ്രവർത്തകരായാലും നമ്മുടെ നാട്ടുകാരായാലും പൊതുപ്രവർത്തന രംഗത്ത് എന്നെ കാണാൻ തുടങ്ങിയിട്ട് ഒരു 2 പതിറ്റാണ്ടായി. ഇപ്പൊ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ 14 വർഷം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരുപാട് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെയായിട്ട്, അതും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ഒക്കെയുണ്ട്, എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ഏതെങ്കിലും തരത്തിൽ സതുദ്ദേശപരമായിട്ട് മാത്രമേ ഏത് ഉദ്യോഗസ്ഥരോട് സംസാരിക്കാറുള്ളൂ. ഞാനിപ്പോഴും നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഭാഗം കോടതിയിൽ ഞാൻ പറയും. നവീൻ ബാബുവിന്റെ കുടുംബം ആഗ്രഹിക്കുന്നത് പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്ന PP ദിവ്യയും, അതുപോലെ തന്നെ അവിടുത്തെ ഒരു പെട്രോൾ പമ്പ് കോൺട്രാക്ട് എടുത്ത് ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്ന ഒരു പ്രശാന്തനും, ഇവർ രണ്ടുപേരുമാണ് അതിലെ പ്രതികളായിട്ട് അന്ന് കണ്ടിരുന്നത്. ഏതായാലും PP ദിവ്യനെ മാത്രമാണ് പ്രതിയാക്കിക്കൊണ്ടെന്ന് കേസൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും PP ദിവ്യ ഇപ്പോൾ ജാമ്യമൊക്കെ എടുത്ത് പുറത്തങ്ങനെ വിലസി നടക്കുകയാണ്. ആ കേസിൻ്റെ തുടരന്വേഷണം, കാരണം അതിനകത്ത് ആദ്യം നൽകിയിരുന്ന കുറ്റപത്രത്തിൽ ഉൾപ്പെടാതെ ഇരുന്ന പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടരന്വേഷണത്തിന് കോടതിയിൽ കേസ് വന്നിരുന്നു. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അത് പല പ്രാവശ്യമുള്ള വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ തുടരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. അത് ഇന്നാണ് ആ ഉത്തരവുണ്ടായിരിക്കുന്നത്. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു 4 കാരണം എന്ന് പറയുന്നത്, ഒന്ന്, PP ദിവ്യയുടെ ഫോൺ വിവരങ്ങൾ പൂർണ്ണമായിട്ട് അന്ന് അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നില്ല. അതായത് PP ദിവ്യ 2 ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരു ഫോണിലെ വിവരങ്ങൾ മാത്രമാണ് അന്ന് കുറ്റപത്രത്തിൽ ശേഖരിച്ച് സമർപ്പിച്ചിരുന്നുള്ളൂ. അപ്പോൾ മറ്റേ ഫോണിൻ്റെ വിവരങ്ങൾ കൂടി ശേഖരിച്ച് കുറ്റപത്രത്തിൽ ആഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അന്ന് ഈ പമ്പുടമയായിട്ടുള്ള പ്രശാന്തൻ ഇദ്ദേഹത്തിന്, അതായത് നവീൻ ബാബു സാറിന് കൈക്കൂലി കൊടുക്കാനായിട്ട് സ്വർണം പണയം വെച്ചിരുന്നു എന്നൊക്കെ അന്ന് ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിൽ പോലും അതിൻ്റെ ഒന്നും എവിഡൻസുകൾ കളക്ട് ചെയ്തിരുന്നില്ല. ആദ്യത്തെ കുറ്റപത്രത്തിൽ അത്തരം കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ അക്കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും അതിൻ്റെ രേഖകൾ ശേഖരിച്ച് ഇനിയിപ്പം ആ പുതിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, അന്ന് പ്രശാന്തനും നവീൻ ബാബു സാറുമായിട്ട് തമ്മിൽ കണ്ടുമുട്ടി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ
CCTV ദൃശ്യങ്ങൾ ഫൂട്ടേജുകൾ ശേഖരിച്ചിരുന്നില്ല എന്ന് ആദ്യത്തെ കുറ്റപത്രത്തിൽ ശേഖരിച്ചിരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടെ ശേഖരിച്ച് അതുകൂടെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. നാലാമതൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് വിജിലൻസിന് നൽകിയിരുന്ന പരാതിയിലെ കാര്യങ്ങളാണ്. അതായത് പ്രശാന്തൻ ഈ നവീൻ ബാബു സാർ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു എന്നത് സംബന്ധിച്ച് വിജിലൻസിന് പരാതി നൽകിയിരുന്നു എന്ന് പറയുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ആദ്യത്തെ അന്വേഷണ സംഘം കടന്നിരുന്നില്ല എന്നുള്ളതും കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ള കാര്യങ്ങളാണ് കോടതി ഇപ്പോൾ പുതിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ഈ 4 കാരണങ്ങൾ ആണ് ഇപ്പോൾ പുതിയ കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യത്തെ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ റിട്ടയർമെൻറ്റിലേക്ക് എത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അത് അന്വേഷിച്ചിരുന്നത്. ആ അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ CPMൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നത് കൊണ്ട് തന്നെ അയാൾ റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ആ SHO DYSP റാങ്കിലുള്ള ആളാണെന്ന് പറയുന്നു. അദ്ദേഹം കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് ഡിവിഷനിൽ നിന്നും കൗൺസിലറായിട്ട് മത്സരിച്ച കാര്യമൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ CPMൻ്റെ ഒരു സഹയാത്രികനായിരുന്നു എന്നുള്ളത് തന്നെ ആ അന്വേഷണത്തെ അട്ടിമറിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായിട്ട് അന്ന് പൊതുസമൂഹം കണ്ടിരുന്നു. അതിനേക്കാളെല്ലാം ഉപരി നമുക്കറിയാം, നവീൻ ബാബു സാറിൻ്റെ ആ ഒരു മരണം സംബന്ധിച്ചിട്ടുള്ള ഓരോ സംഭവങ്ങളും അന്നത്തെ അവിടുത്തെ ജില്ലാ കളക്ടർ തന്നെയാണ് ഇപ്പോഴും അവിടെ കണ്ണൂരുള്ളത്. അദ്ദേഹത്തെ അവിടുന്ന് മാറ്റിയിട്ട് പോലുമില്ല. അതോടൊപ്പം തന്നെ അന്ന് CPMൻ്റെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയൊരു നേതാവായിട്ടുള്ള MP ജയരാജൻ അന്ന് നവീൻ ബാബു സാറിൻ്റെ ഡെഡ് ബോഡിയോടൊപ്പം ഇവിടെ വന്നിരുന്നതും, അതായത് കണ്ണൂർ മുതൽ അനുഗമിച്ച് ഇവിടെ തിരുവല്ലയിൽ കൊണ്ടുവന്ന് ആ ബോഡി കത്തിച്ച് ചാരമാക്കുന്നത് വരെയും ഒപ്പം നിന്നിരുന്നതും, അതിനകത്തെല്ലാം ഇവരുടെ ചില പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നുള്ള പൊതുസമൂഹം സംശയിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനുശേഷമാണെങ്കിൽ പോലും കൂടെ CPMൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി MV ഗോവിന്ദൻ അവരുടെ വീട്ടിൽ ചെന്ന് ആ ഭാര്യയും മക്കളെ ആശ്വസിപ്പിച്ച് കുറേ സമയം പാർട്ടി ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും കൂടെ അനുഭവത്തിൽ അവർക്ക് എതിരാണ് കോടതികളിൽ ഈ സർക്കാർ എടുത്ത നിലപാട് അല്ലെ പാർട്ടി എടുത്ത നിലപാടെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഒരു അഭിനേത്രി ഉണ്ടല്ലോ, അതായത് പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും വലിയൊരു അഭിനേത്രിയുണ്ട്, വീണ ജോർജ് എന്നാണ് അവരുടെ പേര്. അവർ ഈയിടെ KSUക്കാർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൂർ വെച്ച് കരിങ്കൊടിയുടെ നിഴല് കണ്ടപ്പോഴത്തേക്കും പടലി ഒടിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലൈസ്ഡായിട്ടും ICUവിൽ അഡ്മിറ്റായിട്ടുള്ള ഒരു അഭിനേത്രി. ആ അഭിനേത്രി പത്തനംതിട്ടക്കാരി ആയതുകൊണ്ടും ഇവരുടെ നാട്ടുകാരി ആയതുകൊണ്ടും അവിടുത്തെ MLA ആയതുകൊണ്ടും ഈ നവീൻ ബാബു സാറിൻ്റെ വീട്ടിൽ ചെന്ന് ആ ഭാര്യയെയും നവീൻ ബാബു സാറിൻ്റെ ഭാര്യയും കുട്ടികളെയൊക്കെ കണ്ട് കണ്ണീരൊലിപ്പിച്ച് അഭിനയിച്ച് കാണിച്ചതൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ രീതിയിലും പാർട്ടിക്കാരൊപ്പം ഉണ്ടെന്ന് പുറമെ ഭയങ്കര മേനിയൊക്കെ നടിച്ച് അഭിനയിച്ച് കാണിച്ചു എങ്കിൽ പോലും കൂടെ ഫലത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM അതിൻ്റെ പ്രതിസ്ഥാനത്തായിരുന്നു എന്ന് നമുക്കറിയാം. എന്താണെങ്കിലും ശരി, ആ കുടുംബം നീതിക്ക് വേണ്ടിയിട്ട് പല കോടതികൾ കയറി ഇറങ്ങി നടന്ന് ഇപ്പോൾ പുതിയതായിട്ട് അന്വേഷണത്തിന്, അതായത് ഈ നവീൻ ബാബു സാറിൻ്റെ മരണം തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നത്. അത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നീതിന്യായ വ്യവസ്ഥ മാത്രമാണ് ഇവിടെ മനുഷ്യന് ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു ആശ്രയം എന്ന് പറയുന്ന കോടതിയാണ്. ആ കോടതിയിൽ ഇങ്ങനെ എന്താണെങ്കിലും ശരി അവർക്ക് നീതി ലഭിക്കുന്നു എന്ന് കാണുന്നതിനകത്ത് വളരെ സന്തോഷമുണ്ട്. അത് പൊതുസമൂഹത്തിന് ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. നന്ദി.